നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് മലയാള സിനിമ ലോകത്ത് വലിയ ചർച്ചയായി മാറിയ ഒരു അദ്ഭുത വിജയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയ താരങ്ങളെ കേന്ദ്രകഥാപാത്രങ്ങളാക്കി ഒരുക്കിയ വാഴ 2 എന്ന സിനിമ ഇപ്പോൾ കേരളത്തിലെ പ്രദർശന വരുമാനത്തിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. മോഹൻലാൽ നായകനായ തുടരും എന്ന സിനിമയുടെ നേട്ടങ്ങൾ പോലും മറികടന്ന് മുന്നേറുകയാണ് വാഴ 2. ഇത് ഒരു സാധാരണ വിജയം മാത്രമല്ല, മലയാള സിനിമയുടെ പ്രവണത തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു വലിയ സംഭവമാണ്. ഏപ്രിൽ 2-ന് റിലീസ് ചെയ്ത ഈ ചിത്രം ആദ്യ ദിനം മുതൽ തന്നെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി. ആദ്യ പ്രദർശനത്തിന് പിന്നാലെ തന്നെ മികച്ച പ്രതികരണങ്ങൾ ലഭിച്ചതോടെ സിനിമയ്ക്ക് വലിയ രീതിയിൽ വാക്ക് മുഖേന പ്രചാരം ലഭിച്ചു. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി. ആദ്യ ആഴ്ചയിൽ തന്നെ മികച്ച വരുമാനം നേടി മുന്നേറിയ സിനിമ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ 100 കോടി ക്ലബിൽ ഇടം നേടി, അതും വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ. ഇത് മലയാള സിനിമയിൽ അപൂർവമായ നേട്ടമാണ്. ഇതോടെ വലിയ താരങ്ങളുള്ള സിനിമകൾ നേടിയ നേട്ടം പോലും വാഴ 2 മറികടന്നു എന്ന് പറയാം. തുടർന്ന് ദിവസങ്ങൾ കടന്നുപോകും. പ്പോഴും സിനിമയുടെ വരുമാനം കുറഞ്ഞില്ല. സ്ഥിരതയുള്ള വരുമാനത്തോടെ മുന്നേറിയ സിനിമ 20ലധികം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ മാത്രം വലിയ തുകയ്ക്ക് എത്തി. ഇതോടെ തുടരും നേടിയ അവസാന നേട്ടത്തെ മറികടക്കാൻ വാഴ 2യ്ക്ക് സാധിച്ചു. ലോകവ്യാപകമായി നോക്കുമ്പോൾ ഈ സിനിമ ഇതിനകം തന്നെ 200 കോടിയിലധികം വരുമാനം നേടി മുന്നേറുകയാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ നേട്ടം കൈവരിച്ചത് സിനിമയുടെ ജനപ്രീതി വ്യക്തമാക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യമാണ് വ്യക്തം: വാഴ 2 ഒരു സാധാരണ സിനിമയല്ല, അത് ഒരു വലിയ തരംഗമാണ്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ, വലിയ താരങ്ങളൊന്നുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ യുവാക്കളെ വച്ച് തന്നെ ഇത്ര വലിയ വിജയം നേടിയത് എന്നതാണ്. ഹാഷിർ, അലൻ, അജിൻ, വിനായക് തുടങ്ങിയവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇവർ മുൻപ് സോഷ്യൽ മീഡിയയിൽ പ്രശസ്തരായ ആളുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ വലിയ തിരശ്ശീലയിൽ അവരുടെ സ്വാധീനം തെളിയിച്ചിരിക്കുകയാണ്. ഇത് മലയാള സിനിമയുടെ ഒരു പുതിയ പ്രവണതയായി മാറുകയാണ്. പ്രേക്ഷകർ ഇപ്പോൾ താരങ്ങളുടെ പേരിനേക്കാൾ കഥയ്ക്കും അവതരണത്തിനും പ്രാധാന്യം നൽകുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമായത്. സിനിമയുടെ കഥയും അവതരണവും വളരെ ലളിതമായിരുന്നെങ്കിലും അതിന്റെ യാഥാർത്ഥ്യബോധം പ്രേക്ഷകരെ കൂടുതൽ ആകർഷിച്ചു. യുവതലമുറയുടെ ജീവിതവും സൗഹൃദവും അവതരിപ്പിച്ച ഈ സിനിമ പലർക്കും അവരുടെ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടുതന്നെ അവർ വീണ്ടും വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയും ചെയ്തു. ഇത് തന്നെയാണ് സിനിമയുടെ വരുമാനം സ്ഥിരമായി നിലനിർത്താൻ സഹായിച്ചത്. കൂടാതെ സിനിമയിലെ തമാശയും ഗാനങ്ങളും വലിയ രീതിയിൽ ശ്രദ്ധ നേടി. കുടുംബ പ്രേക്ഷകരും യുവാക്കളും ഒരുപോലെ സിനിമയെ സ്വീകരിച്ചത് വിജയത്തിന് വലിയ കാരണമായി. ഇപ്പോൾ ഈ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയുടെ ഭാവിയെക്കുറിച്ചും വലിയ ചർച്ചകൾ നടക്കുകയാണ്. ചെറിയ ചെലവിൽ നല്ല കഥ ഉണ്ടെങ്കിൽ വലിയ വിജയങ്ങൾ നേടാൻ കഴിയുമെന്ന് വാഴ 2 തെളിയിച്ചിരിക്കുകയാണ്. അതേസമയം മോഹൻലാലിന്റെ തുടരും പോലുള്ള വലിയ സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഒരു വലിയ നേട്ടമാണ്. കാരണം വലിയ താരങ്ങളും വലിയ ചെലവും ഇല്ലാതെ ഈ സിനിമ ആ നേട്ടം സ്വന്തമാക്കിയതാണ്. ഇപ്പോൾ വാഴ 2 കേരളത്തിലെ ഏറ്റവും വലിയ വരുമാനം നേടിയ സിനിമകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. കൂടാതെ ഈ വർഷത്തെ ഏറ്റവും വലിയ മലയാള സിനിമയായും ഇത് മാറിയിട്ടുണ്ട്. ഇനി ഈ സിനിമയുടെ അടുത്ത ലക്ഷ്യം എന്താണ് എന്ന് നോക്കിയാൽ, കേരളത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനം നേടിയ സിനിമയായി മാറുക എന്നതാണ്. ഇതിനായി വളരെ ചെറിയ ദൂരം മാത്രമാണ് ഇനി ബാക്കി. അതിനാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് സാധ്യമാകാൻ സാധ്യതയുണ്ട്. കൂടാതെ മറ്റു ഭാഷകളിലേക്കും സിനിമ എത്തിച്ചിരിക്കുന്നതിനാൽ കൂടുതൽ വരുമാനം ലഭിക്കാനും സാധ്യതയുണ്ട്. ഇതൊക്കെ കൂടി നോക്കുമ്പോൾ വാഴ 2 ഒരു പൂർണ്ണ വിജയകഥയാണ്. ഒടുവിൽ പറയാനുള്ളത്, മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട സിനിമയാണ് വാഴ 2. വലിയ താരങ്ങളില്ലാതെ ചെറിയ ചെലവിൽ നല്ല കഥയും അവതരണവും ഉണ്ടെങ്കിൽ വലിയ വിജയങ്ങൾ നേടാൻ കഴിയുമെന്ന് ഈ സിനിമ തെളിയിച്ചിരിക്കുകയാണ്.